ഹായ് കുട്ടികളെ, എല്ലാവർക്കും ഫിക്സ് മിസ്റ്ററി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് കടലോളം സ്നേഹം. അതിലെ തന്നെ എൻ്റെ അമ്മ എന്നാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിടാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി മറ്റൊരു അമ്മയെ പരിചയപ്പെടാം. എൻ്റെ അമ്മ. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിലാണ് എൻ്റെ ജനനം. വളരെ നേരത്തെ തന്നെ പിതാവ് യാത്ര പറഞ്ഞു. ഞാനും എൻ്റെ അനുജനും ദുഃഖിതയായ മാതാവും. വാത്സല്യം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മാതാവിൽ നിന്നുപോലും ലാളനയുടെ സ്നിഗ്ധഭാവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കുട്ടികളായ ഞങ്ങളെ വളർത്തുവാൻ അവർ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ടി വന്നു. അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു. മാതാവിൽ നിറഞ്ഞു നിന്ന നിസ്സഹായതാ ബോധം ചെറുപ്പത്തിലെ എന്നിലും പ്രതിഫലിച്ചു. തനിച്ചു റോഡിൽ ഇറങ്ങിയാൽ മോട്ടോർ മുട്ടുമെന്നോ കുളിക്കാൻ പോയാൽ വെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുമെന്നോ പേടിക്കുന്ന സ്നേഹത്തിന്റെ കരുതൽ നടപടികൾ എനിക്കായി പ്രവർത്തിച്ചിട്ടില്ല. ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി. പരമാർത്ഥം പറഞ്ഞാൽ പണക്കാരുടെയും പരിഹാസ നിപുണരുടെയും കണ്ണുകൾക്ക് ഒരു ദുശകുനമായിട്ടാണ് എനിക്ക് വളരാൻ സാധിച്ചത്. ഒരു ദിവസം ഞാൻ ശരിക്ക് ഇപ്പോഴും ഓർക്കുന്നു, അമ്മയോട് പഴങ്കഞ്ഞി വാങ്ങി കുടിച്ച ശേഷം കൂട്ടുകാരെ തേടിയിറങ്ങി. എന്റെ ഒരു അയൽക്കാരൻ എന്നോടൊപ്പം പ്രായമുള്ള അയാളുടെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നു. എന്നെ കൂടി കൊണ്ടുപോകാമോ എന്നായി ഞാൻ. അയാൾ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ ചേർന്നത്. ഉച്ചവിട്ടപ്പോൾ ഞാൻ അമ്മയോട് ചെന്നു പറഞ്ഞു, അമ്മേ, ഞാൻ പള്ളിക്കൂടത്തിൽ ചേർന്നെന്ന്. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫീസും ആഹാരവും തരാൻ വിഷാദഭാരത്തോടു കൂടി ബുദ്ധിമുട്ടുന്ന എൻ്റെ അമ്മയുടെ ആ നിസ്സഹായാവസ്ഥയാണ് ആദ്യമായി എൻ്റെ കൊച്ചു ഹൃദയത്തിൽ ചിരട്ടത്തി കത്തിച്ചു തുടങ്ങിയത്. അടിയുടെയും ഓട്ടത്തിന്റെയും ചെകുത്താന്തി കണ്ടതിന്റെയും പറങ്കിമാവിൽ നിന്ന് വീണതിന്റേതും ഒക്കെ ധാരാളം കഥകൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുണ്ടായിരുന്നു. ഈ സ്വാധീന ശക്തി നിമിത്തം പണക്കാരുടെ കുട്ടികൾ പോലും എൻ്റെ പരമാധികാരത്തിന് കീഴിലാണ് അന്ന് വർത്തിച്ചു പോകുന്നത്. 4ാം ക്ലാസ് ജയിച്ച ശേഷം എൻ്റെ കൂട്ടുകാർ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോയി തുടങ്ങി. എന്നെ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് അയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നു. എന്റെ ഇംഗ്ലീഷ് സ്കൂൾ ഉപദ്രവം സഹിച്ചുകൂടാതായ ഒരു ദിവസം നല്ലത് 4 തുടക്കു വെച്ചു തന്ന ശേഷം അമ്മ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു: പോയി വല്ല ജോലിയും നോക്ക്. ഇനി തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയില്ല. അമ്പ പടക്കുതിര കിടന്നു പിടക്കുന്നു, അപ്പോഴാ ഞൊണ്ടിക്കുതിര. അടികൊണ്ട് ഞാൻ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇടയ്ക്കിടക്ക് മുഖം തിരിച്ച് ആ സ്നേഹഗംഭീരയും കണ്ണുകൾ തുടക്കുന്നുണ്ടായിരുന്നു. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയായ ഞാൻ കഥാകാരനായ കഥയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണിത്. അപ്പൊ എന്താണ് ഈ ഒരു ആത്മകഥയിൽ പറയുന്നത്? പൊൻകുന്നം വർക്കി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അനുഭവിച്ച കാര്യങ്ങളാണ് ഈ ഒരു കഥയിൽ, ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്, അല്ലെ? ഇനി നമുക്ക് ഇതിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. കുഞ്ഞു നൊമ്പരം. പൊൻകുന്നം വർക്കി തന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ്. എന്തെല്ലാം ഓർമ്മകളാണ് കഥാകാരൻ പങ്കുവെക്കുന്നത്? നിങ്ങളെ ഏറെ സ്പർശിച്ച അനുഭവം ഏതാണ്? പറയൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പൊൻകുന്നം വർക്കിയുടെ ഈ ഒരു കഥയില് നിങ്ങൾ എന്തൊക്കെയാണ് കഥാകാരന് പങ്കുവെക്കുന്നതെന്ന് എഴുതണം. അതുപോലെ തന്നെ നിങ്ങളെ ഏറെ സ്പർശിച്ച അനുഭവം എന്താണെന്ന് കൂടി എഴുതണം. പാവപ്പെട്ട കർഷക കുടുംബത്തിൽ ജനിച്ച കഥാകൃത്തിന് തന്റെ ചെറുപ്പകാലം ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു. ചെറുപ്പത്തിലെ പിതാവിനെ നഷ്ടമായിരുന്ന കഥാകൃത്ത് പ്രാരാബ്ദങ്ങൾക്കിടയിൽ അമ്മയുടെ വാത്സല്യത്തോടെയുള്ള കൊഞ്ചലുകൾ പോലും ലഭിക്കാതെയാണ് വളർന്നത്. അയൽക്കാരന്റെ കൂടെ പോയിട്ടാണ് സ്കൂളിൽ ചേർന്നത് പോലും. സ്കൂളിൽ ധാരാളം കഥകൾ പറഞ്ഞ് കൂട്ടുകാരെ തന്റെ സ്വാധീനത്തിലാക്കാൻ സാധിച്ചിരുന്നു. 4ാം ക്ലാസ് ജയിച്ചതിനു ശേഷം ഇംഗ്ലീഷ് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞതിന് അമ്മ അടിച്ചതും ആരും കാണാതെ അമ്മ കരഞ്ഞതുമൊക്കെ കഥാകൃത്ത് ഓർക്കുന്നു. ഈ കഥയിൽ എന്നെ ഏറെ സ്പർശിച്ച അനുഭവം കഥാകൃത്ത് ഇംഗ്ലീഷ് സ്കൂളിൽ തനിക്ക് ചേരണമെന്ന് അമ്മയോട് പറയുന്നതും തന്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാണെങ്കിലും അമ്മ അതിന് കഥാകൃത്തിനെ വഴക്കു പറയുന്നതും അടിക്കുന്നതും ആരും കാണാതെ അമ്മ കരയുന്നതുമാണ്. അടുത്ത പ്രവർത്തനം എഴുത്തിന്റെ കരുത്ത്. അതുകൊണ്ട് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു. അടിവരയിട്ട പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുട്ടിക്കാലത്ത് സഹിച്ച കഷ്ടപ്പാടുകൾ, അതാണ് പരുപരുപ്പുകളിൽ കൂടി ഞങ്ങൾ വളർന്നു എന്നതിനെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രയോഗം നോക്കൂ. ശേഷിയുള്ളത് ശേഷിക്കും എന്ന മട്ടിൽ ഞാൻ വളർന്നു കയറി. പാഠത്തിൽ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട്. അവ കണ്ടെത്തി അവയുടെ ആശയം വിശദമാക്കി നോട്ട് പുസ്തകത്തിൽ കുറിക്കുമല്ലോ. അപ്പൊ പാഠത്തിലുള്ള ഇതുപോലുള്ള പ്രയോഗങ്ങൾ കണ്ടെത്തിയിട്ട്
നോട്ട് പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? സ്നേഹത്തിന്റെ സ്നിഗ്ധ ഭാവങ്ങൾ. സ്നേഹത്തിന്റെ പല ഭാവങ്ങൾ എന്നതിനെയാണ് സ്നിഗ്ധ ഭാവങ്ങൾ എന്ന് പറയുന്നത്. സ്നേഹം പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ്. പ്രാരാബ്ധം നിറഞ്ഞ ജീവിതത്തിൽ കഥാകൃത്തിന് തന്റെ അമ്മയുടെ ലാളനയോ വാത്സല്യമോ ലഭിച്ചിട്ടില്ല. അടുത്തത് ചിരട്ടത്തി കത്തിക്കുക. മനസ്സിലെ വേദനയെയാണ് ചിരട്ടത്തി കത്തിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തന്റെ പഠനത്തിനു വേണ്ടി ഫീസും ഭക്ഷണവും തരാൻ കഷ്ടപ്പെടുന്ന അമ്മയുടെ നിസ്സഹായാവസ്ഥ കഥാകൃത്തിന് മനസ്സിൽ വളരെയധികം വേദനയുണ്ടാക്കി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത നോക്കൂ, സ്നേഹഗംഭീര. കഥാകൃത്തിന്റെ അമ്മ സ്നേഹമുള്ളവളാണ്, എന്നാൽ അത് പുറത്ത് പ്രകടിപ്പിക്കാറില്ല. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ മനസ്സ് പാകപ്പെടുത്തിയവളായിരുന്നു. അതുകൊണ്ടാണ് സ്നേഹവും ഗാംഭീര്യവും ഒരുമിച്ചുള്ളത് കൊണ്ട് സ്നേഹഗംഭീര എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഇനിയും ഉണ്ടാവും അല്ലെ? അപ്പൊ അത് മക്കള് കണ്ടെത്തിയിട്ട് എഴുതി ചേർക്കുക. അടുത്ത പ്രവർത്തനം നോക്കൂ, അമ്മയെ കുറിച്ച്. താഴെ ചേർത്ത കവിതകൾ ഗ്രൂപ്പുകളിൽ വായിച്ച് ചർച്ച ചെയ്യൂ. അപ്പൊ ഇവിടെ ഒരു 3-4 കവിത തന്നിട്ടുണ്ട്. അത് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് വായിച്ച് ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ കവിതയായിട്ട് എടുത്തിട്ട് നോക്കാം. ആദ്യത്തേത്, അമ്മയെ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ അപർണ പറഞ്ഞു, അമ്മക്ക് നല്ല മണം. എന്തു മണം? അമ്മ മണം. അപ്പൊ ഇതിനെ ഒന്ന് ചർച്ച ചെയ്തിട്ട് നമുക്കൊന്ന് വിശദീകരിച്ച് എഴുതാം. ആദ്യത്തെ കവിതയിൽ അമ്മയുടെ മണത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ മക്കൾക്കും തന്റെ അമ്മയ്ക്കൊരു മണമുണ്ടാകും, സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും. അത് മറ്റെവിടെ നിന്നും നമുക്ക് ലഭിക്കില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ്. രണ്ടാമത്തെ കവിത, ഞാൻ ആദ്യമായി നീരുറവ കണ്ടത് എന്റെ അമ്മയുടെ കണ്ണിൽ നിന്നാണ്. ഒരു വെയിലായി എനിക്കതിനെ വറ്റിക്കാനാവുമോ? അതെങ്ങനെയാണ് നമ്മൾ വിശദീകരിച്ച് എഴുതേണ്ടത്? അമ്മയുടെ കണ്ണുനീരിനെയാണ് നീരുറവ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. തന്റെ അമ്മയുടെ കണ്ണുനീരിനും വിഷമങ്ങൾക്കും ഒരു ശമനം കണ്ടെത്താൻ തനിക്ക് എന്തെങ്കിലും കഴിയുമോ എന്നാണ് വേനലായി വറ്റിക്കാനാവുമോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് നോക്കൂ, കറിയുപ്പ് തീർന്നു എങ്കിലും വിയർപ്പ് കുറുക്കിയെടുത്ത് അമ്മ കഞ്ഞിയുണ്ടാക്കി. രാവും പകലും വിശ്രമമില്ലാതെ പണിയെടുക്കുന്നവളാണ് അമ്മ. അമ്മ വിയർത്ത് അധ്വാനിച്ചാണ് രുചികരമായ ഭക്ഷണങ്ങൾ വീട്ടിലുള്ളവർക്ക് മുന്നിൽ എത്തുന്നത്. വിയർപ്പിനെ ഉപ്പാക്കി മാറ്റുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ അധ്വാനത്തെയാണ്. നാലാമത്തെ കവിത നോക്കൂ, അടുക്കളക്ക് കറുപ്പു നിറം, പുകയും വിറകിൻ കറുപ്പു നിറം. എത്ര തിരക്കിലും എന്നെ കണ്ടാൽ അമ്മ മനസ്സിൻ മുല്ല നിറം. അമ്മ എപ്പോഴും കരിയും പുകയുമുള്ള അടുക്കളയിലാകും. അടുക്കള പോലെ തന്നെ കരിയും പുകയും പിടിച്ച് അമ്മയും തളർന്നിട്ടുണ്ടാകും. എങ്കിലും എത്ര പണിത്തിരക്കിനിടയിലായാലും തന്റെ മക്കളെ കാണുമ്പോൾ ഒരമ്മയ്ക്കുള്ള വാത്സല്യവും സ്നേഹവുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്ത പ്രവർത്തനം എന്താണ് മക്കളെ? താരതമ്യം ചെയ്യാം. ഒരു ലേഖന ഭാഗം വായിക്കാം. സാധാരണ മട്ടിലുള്ള ഒരു അണുകുടുംബം. പ്രഭാതം. സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ ഊൺമേശപ്പുറത്ത് പുസ്തകങ്ങൾ നിരത്തിവെച്ച് പഠിക്കുകയാണ്. ഇടയ്ക്കൊരു സമയത്ത് അവൻ അമ്മയെ വിളിച്ചു. ആദ്യം പതുക്കെ, പിന്നെ തെല്ലുറക്കെ. അങ്ങനെ 3-4 വട്ടം. അവർ വിളി കേട്ടില്ല. അമ്മ തൊട്ടപ്പുറത്ത് അടുക്കളയിലുണ്ട്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ പണിയാണ്. തിരക്കോട് തിരക്ക്. വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ അവർക്ക് 5 തരം വിഭവം വേണം. ഒരു കൈ സിങ്കിലെ പാത്രങ്ങളിൽ, ഒരു കൈ കുക്കിംഗ് സ്റ്റൗവിൽ, ഒരു കൈ ചിരവയിൽ, ഒരു കൈ മിക്സിയിൽ. അങ്ങനെ ചടുല നർത്തനമാണ്. ഇതൊക്കെ കഴിഞ്ഞു വേണം കുളിച്ചൊരുങ്ങി ഇറങ്ങി ഓടാൻ. ബസ് പിടിച്ച് ആപ്പീസിൽ എത്തേണ്ടേ? ആരും നിർബന്ധിച്ചിട്ടല്ല, സമയത്ത് ജോലിക്കെത്തണമെന്ന ഒരു താല്പര്യം. ഉള്ളിലെ രോഷവും സങ്കടവും മകന്റെ വിളിയെ അവഗണിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ഇത് എഴുതിയത് അശോകൻ ചെരുവിൽ. സംഗീതാർദ്രമായ 2 അക്ഷരം. പൊൻകുന്നം വർക്കിയുടെയും അശോകൻ ചെരുവിലിന്റെയും രചനകളിലെ അമ്മമാരുടെ ജീവിതാവസ്ഥ കാണിച്ചു തരുന്ന ചില സൂചനകൾ നോക്കൂ. പൊൻകുന്നം വർക്കിയുടെ അമ്മ. പാവപ്പെട്ട കുടുംബം, മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനാവുന്നില്ല, വിദ്യാഭ്യാസമില്ല, കൂലിപ്പണിയെടുക്കുന്നു. അശോകൻ ചെരുവിലിന്റെ രചനയിലെ അമ്മ. ഇടത്തരം കുടുംബം, താല്പര്യമുണ്ടെങ്കിലും പറ്റുന്നില്ല. എന്താണ്? മക്കളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പറ്റുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓഫീസ് ജോലിയുണ്ട്. സൂചനകളുടെയും നിങ്ങൾ കൂട്ടിച്ചേർത്തവയുടെയും സഹായത്തോടെ 2 അമ്മമാരുടെയും ജീവിതം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു 2 ബോക്സിലും ബാക്കിയുള്ളവ കൂട്ടിച്ചേർക്കുക. എന്തൊക്കെയാണ്? പൊൻകുന്നം വർക്കിയുടെ രചനയിലെ അമ്മ. കുട്ടികളെ വളർത്താൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു, മകനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. അശോകൻ ചെരുവിലിന്റെ രചനയിലെ അമ്മ. ജോലിഭാരം കാരണം രോഷവും സങ്കടവും, മകന്റെ വിളിക്ക് കാതുകൊടുക്കുന്നില്ല. ഇനി എല്ലാ സൂചനകളും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾ താരതമ്യ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ നേരത്തെ മരിച്ച പൊൻകുന്നം വർക്കിയെയും അനുജനെയും അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്.
ഒരു പാവപ്പെട്ട കർഷക കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കഷ്ടപ്പാടുകൾക്കും പ്രാരാബ്ദങ്ങൾക്കും ഇടയിൽ മക്കളെ ലാളിക്കാനും വാത്സല്യം കൊടുക്കാനും ആ അമ്മക്ക് കഴിഞ്ഞിരുന്നില്ല. മകനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിലും നിവൃത്തികേട് കൊണ്ട് മകന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ ആ അമ്മക്ക് സാധിച്ചിരുന്നില്ല. മകനോട് സ്നേഹമുണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാനുള്ള സാഹചര്യമില്ലാത്ത അമ്മയെയാണ് പൊൻകുന്നം വർക്കിയുടെ എന്റെ അമ്മ എന്ന രചനയിൽ കാണിക്കുന്നത്. അശോകൻ ചെരുവിലിന്റെ സംഗീതാർദ്രമായ രണ്ടക്ഷരം എന്ന രചനയിൽ ഒരു ഇടത്തരം കുടുംബത്തിലെ അമ്മയെയും മകനെയും കാണാം. ഓഫീസിലെയും വീട്ടിലെയും ജോലി ഭാരത്തിനിടയിൽ മകനെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്ന ഒരു അമ്മയാണിത്. താല്പര്യമുണ്ടെങ്കിലും മകന്റെ പഠന കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. വീട്ടിലെ തിരക്കേറിയ പണികൾ കൊണ്ടും ഓഫീസിലേക്ക് കൃത്യസമയത്ത് എത്തേണ്ടതുകൊണ്ടും മകന്റെ വിളികൾക്ക് കാതു കൊടുക്കാൻ ആ അമ്മക്ക് കഴിയുന്നില്ല. കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന രണ്ട് അമ്മമാരെയാണ് രണ്ട് രചനകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു പാഠഭാഗവും അതിലെ പഠന പ്രവർത്തനങ്ങളും. എല്ലാ മക്കൾക്കും എല്ലാതും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ മക്കളും പാഠഭാഗമൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക, പഠന പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ മക്കൾക്കും ഗുഡ് ബൈ.